അപ്പോൾ നമ്മൾ എക്കോ മൂവി കണ്ടു. ദിങ്ജിത്ത് അയ്യന്തിൻ്റെ അനിമൽ ട്രിയോളജിയിലെ അവസാനത്തെ മാസ്റ്റർ പീസ്. മദ്രാസ് നേവൽ ബേസിൽ ഒരു ടിബറ്റൻ റോട്ട്വൈലർ ഉണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതൊക്കെ അർത്ഥം രാഹുൽ രമേശ് സ്ക്രിപ്റ്റ് റൈറ്റർ ബ്രില്യൻറ്റ് അങ്ങനെ തന്നെ പറയണം. കാരണം അത്ര നന്നായി എഴുതി വെച്ചാൽ മാത്രമേ അതിനനുസരിച്ച് അത് സിനിമോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ മലയാള സിനിമയിൽ കാണാത്തത്ര ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങളൊരു വേറൊരു വേൾഡിലേക്ക് കൊണ്ടുപോയി അവിടെ പിടിച്ചിരുത്തി ചിന്തിപ്പിച്ച് ഭ്രാന്ത് എടുക്കുന്ന ഒരു മൂവി. അത്രയും എനിക്ക് പറയാനുള്ള കുറിച്ച്. കാരണം ആ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വേറൊരു സ്ഥലത്തേക്ക് ചിന്തിക്കില്ല. അത്രയും അധികം ഇൻവോൾവ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ആ മൂവി തുടങ്ങി അത് പിന്നെ നമ്മൾ ആ മൂവിയുടെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണ് ആ മൂവിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും അധികം ആ കഥാപാത്രങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ചെല്ലാവുന്ന രീതിയിൽ എടുത്തു വെച്ചു. ഓരോ നേരത്തെ ഓരോന്ന് തോന്നും. അതുകൊണ്ടുള്ള കാലക്കേടുകളാണ്. ഇതിപ്പോ എന്താ ഒരു നേവികൾ കുരിയച്ചൻ നേവിക്കാർക്കും പട്ടിക്കുഞ്ഞുങ്ങളെ സപ്ലൈ ഇടപാടുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഹിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കണം. കാരണം കിഷ്കിന്ധാകാന്ഡം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് കേരള ക്രൈം ഫയൽസ് അതായിരുന്നു രണ്ടാമത്. ഇതിലൊക്കെ ആനിമൽസിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഒരെണ്ണത്തിൽ മാത്രം പറയും. ഈ ലാസ്റ്റത്തെ രണ്ടെണ്ണത്തിലും പട്ടികളാണ് ഇതിന്റെ മെയിൻ ഘടകം. പക്ഷെ ഇതിൽ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ സന്ദീപ് നമ്മളുടെ അശോകൻ ചേട്ടൻ, വിനീത്, ഇവരൊക്കെയാണെങ്കിൽ പിന്നെ ഒരു മലേഷ്യൻ ഒരു ആക്ട്രസും കൂടി. ഇവരെ മാറ്റി വെച്ച് വേറെ ആരെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളില്ല ഈ മൂവി ചെയ്യാൻ. സന്ദീപിനെ നമുക്ക് വേറൊരു മൂവിയായിട്ട് ഇതിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. സന്ദീപ് അത്രയും ഇൻവോൾവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം. ഈ സിനിമ കണ്ട് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെന്നാലും നിങ്ങൾ ഈ സിനിമയെ കുറിച്ച് ആലോചിക്കും. അതാണ് ആ മൂവി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അപ്പം അത്രയും ഭംഗിയായിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുള്ള ആളുകളോട് നമുക്കൊരു വലിയ താങ്ക്സ് പറയണം. കാരണം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മൂവിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. അത് ഇതിന് മാത്രമേ ഇങ്ങനെ ഇത്രയും ആപ്റ്റായിട്ട് ചെയ്തിട്ടുള്ളൂ എന്നതാണ് സത്യം. പിന്നെ സിനിമോട്ടോഗ്രാഫി വേറൊരു ലെവലാണ്. അത് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് സംഭവിക്കാന്നറിയാത്ത ഒരു പാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ ഒരു ഫീലാണ്. എപ്പോഴും നമ്മൾ അലർട്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ അടുത്തത് എന്താണെന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂവി. അപ്പോൾ അടിപൊളി മൂവിയാണ്. അപ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യണ്ട. അത് മാത്രമല്ല നല്ല തിയേറ്ററിൽ പോയി തന്നെ കാണുക. കഥാപാത്രങ്ങൾ എടുത്തു പറയാൻ അവർ അഭിനയം പറയാനും കേസൊന്നുമല്ല. ഒരിക്കലും നമുക്ക് ഒരാളുടെ കഥാപാത്രം പോരായിരുന്നു എന്ന് ഈ സിനിമ കണ്ടിട്ട് ആർക്കും തോന്നില്ല എന്നുള്ളത് 100% ഞാൻ ഉറപ്പ് തരാം. കാരണം നമുക്ക് അങ്ങനെ വേറിട്ട് കാണാൻ പറ്റാത്ത രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മൂവി കാണാം. അതും നല്ല തിയേറ്ററും നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.